ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കിയോളൂ. നമുക്കൊന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വീട്ടിൽ കൂടെ പോവാം. നമുക്കൊരു പാനിപ്പൂരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. നമ്മൾ എത്തിക്കുന്ന 3 കപ്പ് റവയാണ് കേട്ടോ എത്തിക്കുന്നത്. നമ്മൾ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് 3 കപ്പ് റവ ഒത്തിരി കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 3 ടീസ്പൂൺ മൈദ, ഞാൻ അരിച്ചെടുത്ത് വെച്ച മൈദയാണ് കേട്ടോ. മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എണ്ണ, സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് എണ്ണ വേണം. ഇനി അത് കുറച്ച് ഉപ്പ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഞാൻ തിളച്ച വെള്ളം, തിളച്ചിട്ടില്ല, എല്ലാം ചൂടുള്ള വെള്ളമാണ് തോർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ സമയം എടുക്കുകയാണ് കേട്ടോ കുഴയ്ക്കാനായിട്ട്. ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. റവ എന്ന് പറയുന്ന സംഭവം വെള്ളം നന്നായി കുടിക്കുന്നൊരു സംഭവമാണ്. അത് വെള്ളം കുറച്ചധികം വേണ്ടി വരും. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓരോരുത്തരുടെ റവയുടെ ഇതിനനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാനിപ്പൂരി ആകുമ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാറ്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കണം കേട്ടോ. നമ്മുടെ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ഞാൻ വയ്ക്കാം. ഞാനിങ്ങനെ തുണി ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് മോനിടുന്നത് നന്നാക്കി കേട്ടോ. ഞങ്ങളുടെ തവിലാണ് ഇടുന്നത്. അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ക്ലിഞ്ചിന നമുക്ക് അതിൻ്റെ പൊട്ടാത്ത ഫില്ലിങ്ങൊക്കെ ഇല്ലേ, അത് നമുക്ക് തയ്യാറാക്കണം. നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. അപ്പം ബാക്കിയുള്ളത് ചെയ്യാം. ചക്കരപ്പാനി റെഡിയാക്കാനായിട്ട് 4 അച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ദേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ നമുക്ക് അടയ്ക്കാം. കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും കൂടി വെച്ചിട്ട് നമുക്കൊരു ഇതുണ്ടാക്കാം, ചട്നി. അപ്പോൾ നമുക്ക് അതിന് പോവാം. വീട്ടിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം കേട്ടോ. നമുക്കൊന്നൊന്ന് അരച്ചെടുക്കാം. ഉപ്പിടുണ്ട്, ഇത് നമുക്കൊന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതും കിട്ടിയിട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണ്ടേ. ഇത് മാറ്റി വയ്ക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടുന്നുണ്ട്. അതിൻ്റെ ചെറുപയർ, കുറച്ച് കൂട്ടിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. ചെറുപയർ, 3 ടീസ്പൂൺ ചെറുപയർ കേട്ടോ.
ടീസ്പൂൺ ചെറുപയർ കേട്ടോ, 2 സവാള അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, മല്ലിയില, പിന്നെ ചാറ്റ് മസാല ഒരു ലേശം, പിന്നെ നല്ല മുളക് പൊടി, പിന്നെ വേണ്ടത് സോൾട്ട് എന്ന് പറയും, ഇന്റുപ്പ്, ലേശം വേണം, ഇന്റുപ്പ് വേണം, ഇത്തിരി നല്ല ഉപ്പ് കുറച്ച് മതി, കാരണം വെച്ചാൽ നമ്മുടെ നന്നായിട്ടൊന്ന് കുഴക്കണം. കൂട്ടിലേക്ക് അതിന് ശേഷം ജീരകത്തിൻ്റെ പൊടിയുള്ള ചെന്ന് ഇട്ട് ഇളക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പുളിവെള്ളം റെഡിയാണ്, അതുപോലെ മല്ലിച്ചപ്പിൻ്റെ വെള്ളം റെഡിയാണ്, അതുപോലെ ശർക്കരപ്പാനിയും റെഡിയാണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ 1 ടീസ്പൂൺ പുളിവെള്ളം ഒഴിച്ചെടുക്കാം. എന്തായാലും കുഴപ്പമില്ല, ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒന്നെങ്കിലും ശർക്കര വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല മുളക് പൊടി ഇടുക. ജീരകത്തിൻ്റെ പൊടി ഇടുക. ഇതിലിടണം കേട്ടോ. ഇതൊന്ന് ഇളക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ട്, ഉപ്പിടാം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ. ഇതുപോലെ ഗ്ലാസ്സിൽ വേണം കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പൂരി ഉണ്ടാക്കാം. നമ്മൾ പൂരിക്കുള്ള മാവ് ഇതാ പരത്താൻ പോകാം കേട്ടോ. തവിലും ഒന്ന് കളർ വന്നിട്ടുണ്ട്. നമ്മളുടെ പരത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പരത്തി, അപ്പോൾ പരമാവധി എത്രത്തോളം പരത്താൻ പറ്റുന്നോ അത്രത്തോളം പരത്തിയെടുക്കുക. ഇപ്പോൾ ഒരു ദിവസം ക്ലിയറായിട്ട് പരത്തി, ഇനി അടുത്തൊരു ദിവസം ഇടാൻ പരത്താനാണ് മടക്കി കൊടുക്കണം കേട്ടോ, മടക്കിയിട്ട് കൊടുക്കണം. അതുപോലെ എത്ര അതിൽ നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്ര നന്നായി പരത്തുക കേട്ടോ. നമ്മൾ പരത്തി കഴിഞ്ഞു. നൂൽപുട്ടിൻ്റെ അച്ചില്ലേ, അതുകൊണ്ടാണ് കേട്ടോ, അതിൻ്റെ പിൻഭാഗം കൊണ്ട് ഇത് അമർത്തി ഓരോ ചെറിയ ചെറിയ പൂരികളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ കുറേ ആയിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ചെറിയ ചെറിയ പൂരികളാക്കി എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കോരാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയല്ലാതെ നമുക്ക് എടുത്ത് ഈ വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. ഇതാണ് കേട്ടോ ഈസി മെത്തേഡ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊടുത്ത് ഞാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിതാ ഉണ്ടാക്കും കേട്ടോ. പൂരി ഇല്ല കട്ടിങ്സ് ഇതുപോലെയാണ് ചെയ്യണേ. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്കിത് എല്ലാം കാര്യം നമുക്ക് എണ്ണയിലെടുത്ത് വറുത്തെടുക്കാം. നമ്മളിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ടോ, എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനെയാണ് തുടക്കണേ. ഗ്ലാസ് കൊണ്ടാണ് നാഴി ഗ്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തുടക്കണേ. അപ്പോൾ ആ വലിപ്പം ശരിക്കും കിട്ടണുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് എടുക്കണേ കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാവരും 9 കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കി ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പൂരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, വറുക്കാൻ വേണ്ടിയിട്ടുള്ള പൂരി. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ 2 എണ്ണമാണ് കേട്ടോ ഓരോരുത്തം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് കണ്ടോ പൊന്തി വരുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ നന്നായി പൊന്തി വരുമ്പോഴാണ് ആയി എന്നുള്ള പരിഭാവമാണ്. അപ്പോൾ അതാ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാതും മാറ്റിയെടുക്കാം കേട്ടോ. പൂരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്ക് മസാല ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ പൂരിയിൽ ഫില്ല് ചെയ്യാൻ പോകാണ് കേട്ടോ. നമ്മുടെ ഭാഗമൊക്കെ പൊട്ടിച്ച് പൂരിക്കുട്ടന്മാർ ഇതാ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിൽ ശർക്കര വെള്ളം ഒഴിച്ചു. ആദ്യം നമ്മൾ ശർക്കര വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ശർക്കര വെള്ളം എല്ലാത്തിലും നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആദ്യത്തെ പ്രാവശ്യത്തിന് ആയിരിക്കും നമ്മൾ പുളിവെള്ളം ഇതുപോലെ തന്നെ എല്ലാത്തിലേക്കും നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒഴിച്ചെടുക്കുന്നത് എങ്ങനെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പിൻ്റെ ചാറുണ്ടല്ലോ, അതും നമ്മൾക്ക് പിരിഞ്ഞ് വെച്ചിരിക്കണം. ചമ്മന്തിനോ ചാറിനൊക്കെ പറയാം. അതും നമുക്ക് ഒഴിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും ഉരുളക്കിഴങ്ങൊക്കെ ഇല്ലേ, അതെടുത്ത് വെച്ച് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ, ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരിക്കുട്ടന്മാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ ബോംബെ മിക്സറുണ്ടല്ലോ, അത് എല്ലാത്തിൻ്റെ മുകളിലും കുറേശ്ശെ ആയിട്ട് നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പാനിപ്പൂരിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ബോംബെ മിക്സറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പാനിപ്പൂരി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിപ്പൂരിയുടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ഉണ്ടാക്കിയ പാനിപ്പൂരിയാണല്ലോ. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം ഏർപ്പെട്ട് ആദ്യം മറ്റു ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.